ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു രസം ഉണ്ടാക്കാം. രസം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ രസമല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് തയ്യാറാക്കുന്നത് പരിപ്പ് വെച്ചിട്ടുള്ള രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. തൂരപ്പരിപ്പാണ്. ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള പുളി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 ടൊമാറ്റോ, പിന്നെ 3 വറ്റൽമുളക്, കടുക് എടുത്തിട്ടുണ്ട്, ഒരു പീസ് കായം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഒരു 6-7 വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് വെച്ചിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിന് കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണിന് ജീരകം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതുപോലെ പൗഡറാക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള എണ്ണ. ഇനിയിപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 3-4 വിസിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പിന് 3 വിസിൽ കേൾപ്പിച്ച് ഇതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പരിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചു കൊടുക്കും എന്ന് വെച്ചിട്ട് നിങ്ങൾ മിക്സിയിലൊന്നും ഇട്ടടിച്ചേക്കരുത്. ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ പരിപ്പ് രസം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി. ഇനിയിപ്പോൾ ചട്ടി ചൂടാക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളക്, അതുപോലെ വെളുത്തുള്ളി, അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ, ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേന് അത് മെൽറ്റായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചിട്ടില്ലേ നമ്മുടെ ജീരകവും കുരുമുളകും, അത് 1 ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ജീരകവും കുരുമുളകും ഒക്കെ നമ്മൾ വറുത്ത് പൊടിച്ചത് കാരണം ഇനിയിപ്പോൾ കൂടുതൽ ഇത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുളി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ആ വെള്ളവും കൂടെ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി കുറച്ച് ലൂസായിരിക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ ഇതിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രസത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിന്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സൈഡിലൊരു മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധാരാളം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കായത്തിൻ്റെ കഷ്ണം ഇല്ലയെന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് കട്ടായിട്ടുള്ള കായ യൂസ് ചെയ്യാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനതിട്ട് കൊടുത്തത്. കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ട്.
ഇപ്പോൾ നമ്മുടെ രസം റെഡിയായി. ഇതിൻ്റെ മേളിൽ കൂടുതൽ ഇത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, ഇത്രയും മതി. എന്നിട്ട് നമ്മളിതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളല്ലേ ഇത്? സിമ്പിളാണ്, ടേസ്റ്റും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലത്ത് വളരെ ഹെൽത്തിയാണ് നമ്മുടെ രസം എന്ന് പറയുന്നത്. ഇതുപോലെ ജീരകവും പെപ്പറും ഒക്കെ ഇട്ടിട്ടുള്ള രസം വളരെ നല്ലതാണ് ഡൈജഷനൊക്കെ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.